ഈശോപ്പനും അമ്മ മാധവനും കോടാനും കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മനു, എൻ്റെ വീട് തൃശ്ശൂർ. ഞാൻ വിദേശത്തേക്ക് പോകാനായിട്ട് കുറേ ഇൻ്റർവ്യൂ ടെസ്റ്റുകളൊക്കെ അടിച്ചു. പക്ഷെ ഒന്നും ശരിയാവുണ്ടായിരുന്നില്ല. ഒന്നല്ല രണ്ടല്ല 10-20 അടിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഒന്നും ശരിയാവും. ഞാൻ ലാസ്റ്റ് ഉടമ്പടി എടുക്കേണ്ട അവസ്ഥ വന്നു. ഉടമ്പടി എടുത്തു. 20-ാം പക്കം ഉടമ്പടി എടുത്ത് 20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സായി. ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സായി. അതിനേക്കാൾ മുന്നേ ഞാൻ 10-20 ഇൻ്റർവ്യൂ അടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നത്. എന്നിട്ട് അതിൽ കേട്ടാൽ ആൾക്കാരൊക്കെ പിന്നെ ലാസ്റ്റിനെ കളിയാക്കി തുടങ്ങി. എൻ്റെ ഒപ്പം പഠിച്ചു പോയ ബാച്ചുകാർ വേറെ പഠിക്കാൻ ചേർന്ന് തുടങ്ങി. കഴിഞ്ഞിട്ട് ചിലർ പുറത്തേക്ക് പോയി തുടങ്ങി. അങ്ങനെ 2-3 ബാച്ചുകാർ എൻ്റെ ഒപ്പം പഠിച്ചു പോയവർ തന്നെ 2-3 ബാച്ചുകാർ മാറി വന്നു തുടങ്ങി. മാറി വന്ന് എനിക്ക് പിന്നെ എന്നെ അറിയാത്ത ആൾക്കാർ ആരും ഇല്ലാണ്ട് കോളേജിലായിട്ട് ലാസ്റ്റ് വരുന്നവർക്കൊക്കെ എന്നെ അറിയാം. ഇങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു, എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ്ങാണ് ഞാൻ പഠിച്ചത്. ടിഗ് മിഗ് ആർക്ക് റോബോട്ടിക്ക വെൽഡിങ് പഠിച്ചു. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഷമങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നേ. മാതാവിനോടൊക്കെ എല്ലാ ദിവസവും സങ്കടങ്ങളൊക്കെ പറയലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. ഞാൻ അതുവരെ ഞാൻ വിശ്വാസമില്ലായിരുന്നേ. എനിക്ക് ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ദൈവം ഉണ്ടോയെന്ന് തന്നെ ചോദിക്കുമ്പോൾ ദൈവമില്ല ഞാൻ പറയുന്ന ആളായിരുന്നേ. ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തിൽ വിശ്വസിച്ചു. എല്ലാ ദിവസവും ബൈബിൾ 1/2 മണിക്കൂർ ബൈബിൾ എത്തിച്ചു, പ്രാർത്ഥിച്ചു, കുടുംബ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു, കുമ്പസാരിച്ചു. സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഞാൻ പാസ്സായത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 22-ാം തീയതി അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചൊവ്വാഴ്ച ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞു. 6-ാം തീയതി സമയ ഇതിൽ കുടുംബം രക്ഷപ്പെടും. അങ്ങനെ 6-ാം തീയതി ഡേറ്റായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ധ്യാനം ലൈവായിരുന്നു കാണുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ആവില്ല, വേറെ വല്ല ആർക്കാരും പറയുണ്ടാവുക. അങ്ങനെയൊക്കെ ഞാൻ കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊരു 6 മണിക്ക് ഇങ്ങനെ സമയത്ത് ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മെമ്മോ കാർഡ് വന്നിട്ടുണ്ട്. ബാക്കി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 3-4 പേർക്കും ഇപ്പോഴും മെമ്മോ കാർഡ് വന്നുള്ളൂ. ഇപ്പോഴും അവർക്ക് വിസ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. ഇതൊരു 2 പേർക്കാണ്ട് വിസ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വിസ വന്നത് എനിക്കാണ്. വിസയും വന്നു, മെമ്മോ കാർഡ് വന്നു, എല്ലാം വന്നു. ഞാനിനി ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ഇപ്പോൾ പോവും. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ അറിയിക്കും കാര്യങ്ങൾ. ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്നായാലും അയൽവക്കത്തു നിന്ന് പോയിട്ട് പൊതിച്ചോറൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പുതുക്കാട് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇത് നിങ്ങളിങ്ങനെ പൊതിച്ചോറ് അവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ട് തരുന്നത് വാങ്ങാൻ പറ്റില്ല. അവിടെ ഓൾറെഡി LDFകാർ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ എന്നിട്ട് അവിടെ നിൽക്കുന്ന രോഗികൾക്ക് തന്നെ അവർ അറിയാണ്ട് ഞാൻ കൊടുത്തു. പിന്നെ അവർ കൈയോടെ പിടിച്ചു, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, പ്രശ്നമാവും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് നിർത്തി. പിന്നെ നേരെ ഞാൻ വൃദ്ധസനത്തിൽ പോയി. ഇപ്പോൾ അവിടെ നോക്കാനില്ലാത്ത ആൾക്കാരെ എടുത്തു പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ കുളിപ്പിക്കലും ബാത്റൂമിൽ കൊണ്ടുപോലും അവിടെ അടിക്കലും തുടക്കലും കുറേ കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു. അവർക്ക് നയം വെട്ടി കൊടുത്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി തുടങ്ങി. അത് ഞാൻ കുർബാൻ സ്വീകരണം കഴിഞ്ഞൊരു 1-1.5 കൊല്ലം വരെ ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോകേണ്ട വ്യക്തിയായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോയി തുടങ്ങി. 1.5 കഴിയുമ്പോൾ ഞാൻ കുമ്പസാരിച്ചു തുടങ്ങി. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ദുബായിക്ക് പോവാണ്. 1-1.5 കൊല്ലമായിട്ടാണ് ഞാനിത് പ്രതീക്ഷിച്ചിരിക്കും. ഇങ്ങനെ പുറത്തേക്ക് പോകാൻ കുറേ ശ്രമം നടത്തി. ലാസ്റ്റ് മാതാവിനെ വിളിച്ച് കരഞ്ഞ് പിടിച്ചു വന്നപ്പോൾ മാതാവ് എൻ്റെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ഞാനപ്പോൾ ഇനി പോവും.